ഇവിടെ കൈ ഉയർത്തിയ ചെറുവണ്ണൂരെ കേൾക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം, നിങ്ങൾ ചെയ്യുന്ന ഓക്കെ ആണെന്ന് ചെയ്യണം. ഓക്കെ എന്ന് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് നമുക്ക് ഇതിന്റെ വീഡിയോ പിടിക്കും. ഓക്കെ, ആ ഫൈനൽ ടെസ്റ്റിൽ 2 കൈകൾ ഒന്നിച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഫൈനൽ എടുക്കാം. ആദ്യം ടെസ്റ്റ് ആണ്, ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഫൈനൽ എടുക്കും. ഓക്കെ, റെഡിയാണോ? ഷാഫി കളത്തിങ്ങൾ വളരെ നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? ഫുൾ എനർജറ്റിക് ആണ്. കൂടാതെ എല്ലാവരും 3 പ്രാർത്ഥനയും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? 2-3 ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടോ? ഓക്കെ, ഫുൾ എനർജറ്റിക് ആണല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് സ്റ്റാർട്ട് 1 2 3 4 5 5 5 3 5 കഴിഞ്ഞാൽ കൈകൾ ഒന്നിച്ചെന്ത് ചെയ്യാം, പൊട്ടിയാ പോരാ. അപ്പൊ അതിന്റെ മാത്രം ടെസ്റ്റ് നടത്തും. കൈകൾ പൊട്ടി നിങ്ങൾ ഇയാൾ പറഞ്ഞ സൗണ്ട് മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ആ സൗണ്ട് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ക്ലാപ്പിംഗിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഒന്നിച്ച് ഞാൻ ഇയാന്ന് പറയുന്നത് നിങ്ങൾ കൈകൾ പൂർണ്ണമായിട്ട് ഉയർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എന്തൂസിയാസം അല്ലേ, നിങ്ങളിപ്പോ ഫുൾ ഹാപ്പിയാണ്, ഹാപ്പി മൂഡിലാണ്. നിങ്ങൾ കൈകൾ പൂർണ്ണമായിട്ട് ഉയർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ എന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൈകൾ ഉയർത്തിക്കൊണ്ട് ഇയാന്ന് പറയും. ഇതാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത്. 3 ക്ലാസ് 3 5 കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, റെഡി? ഓക്കെ, Good. Well done. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെക്സെവന്റെ ബേപ്പൂരിൽ നിന്നുള്ളൊരു ഉത്സവമാണ്. 1ാം വാർഷികാഘോഷം അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 400-ൽ പരം ആളുകളാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. കാഴ്ചകൾ കാണണ്ടേ?
വാർഷികമാണ് നടക്കുന്നത്. ഒന്നാം വാർഷികം തന്നെ ഒന്നാം വാർഷിക സമയം കഴിഞ്ഞുപോയി. കഴിഞ്ഞ സെപ്റ്റംബർ 24 ചേരേണ്ടത് നടത്തേണ്ടതായിരുന്നു. ഇവിടെ കാലവർഷം നമുക്കറിയാലോ, മറ്റേ സ്ഥലങ്ങളെ പോലെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്താൽ മഴ ചെയ്താൽ മഴ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരുന്നത് മുമ്പ് നടത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ സാറിന് എല്ലാ ദിവസവും ബുക്കില്ല. സലാഹുദ്ദീൻ സാറും ബാബു സാറും പങ്കെടുക്കുന്നത് നമുക്ക് ഇവിടെ എല്ലാവരും അതേ ആഗ്രഹം കൊണ്ടാണ്. ഇവർക്ക് പങ്കെടുക്കാൻ ഒരു ഡേറ്റും ഇല്ല. കുറ്റപ്പെടുത്തട്ടോ, എല്ലാ ഞായറാഴ്ച എൻഗേജിലാണ്. കാരണം നമ്മൾ സ്റ്റോക്ക് വന്ന ആളുകൾ ചരിത്രം പറയും. ഞാൻ സുൽപ്പിക്ക് ഇവരെ ക്ഷണിക്കാൻ പോയ സമയത്ത് ക്ഷണിക്കാൻ പോയ സമയത്ത് സ്റ്റോക്ക് വന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒഴിവാക്കിയതാണ്. സ്റ്റോക്ക് വന്നിട്ട് ചികിത്സിക്കാൻ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവരെ വിട്ടിട്ട് വീട്ടിൽ നിർമ്മിയ മോള് കരുതിയിരിക്കായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പൊ അത് ഇവര് ഡോക്ടർ പറഞ്ഞു, നിങ്ങള് കുറച്ച് ഗുളിക കൊടുത്ത് നിങ്ങൾ പോയിക്കൊണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇവര് എങ്ങോട്ട് നോക്കാനും ഞാൻ കരുതിയിരിക്കുമ്പോ ഇവര് തന്നെ അവർ പറഞ്ഞു, വൈദ്യുതി പറയുന്ന അനുസരിച്ച് രാവിലെ മസാലയിൽ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ഈ പൂയിൽ കുഴിച്ചിടും. കുഴിച്ചിട്ടാല് ശരീരം കഴുത്ത് വെക്കാൻ ബാക്കിയുള്ള മുത്തര നിർത്തി കുഴിച്ചിട്ടിട്ട് ആ ഇമ്മിയും മോഡും ഡെവലപ്പ് ചെയ്തെടുത്താണ് ജീവിക്കണേ. നെപ്പൂര് ഹാർബറിലെ ഫിഷിംഗ് തൊഴിലാളിയാണ്. അവിടെ ലേലത്തിന് പണിയായിരുന്നു. ആദ്യം അങ്ങനെ കുഴിച്ചിട്ട് പിന്നെ അത് കുറച്ച് നടക്കും. പിച്ച വെച്ച് ചില മക്കൾ പിച്ച വെച്ച് നടക്കുന്നവര് നടക്കാൻ തല വരെ രാവിലെ 3 മണിക്ക് വരും. കൊണ്ടു ഉമ്മിയും മോടും രണ്ട് കൈ. ഞാൻ പറയണെന്ന് പറഞ്ഞാല് സ്ട്രോക്ക് വന്നാല് നമ്മള് പല ആളുകളുടെ അവസ്ഥയാണ്. ആ സ്ട്രോക്ക് വന്ന അയാൾ ഒഴിവാക്കാന്നുള്ളതാണ്. ആളിനാലും മണ്ണിനാലും. പക്ഷെ ചികിത്സിച്ചാണ് ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ ബഷീർക്ക് രാവിലെ കളിക്കാൻ വന്ന് കളിച്ചു പോകുമ്പോൾ പല അസുഖങ്ങൾ പല ആൾക്കുണ്ട്. ഇപ്പൊ സ്ത്രീകൾക്കായാലും പല രീതിയിൽ അസുഖമുള്ള പല സ്ത്രീകളും ഇപ്പൊ കുറെ മാറ്റം വന്നാണ് കളിക്കൂട്ടത്തിൽ എല്ലാവരും ആളുകൾക്ക് ഉൾപ്പെടെ. അപ്പൊ മെക്സ എല്ലാവർക്കും വലിയൊരു ഉപകാരമാണ്. അങ്ങനെ സാറ് നേരിട്ട് വിളിക്കുന്നത് സാറ് ഇല്ലാത്ത ലോകം കണ്ട മനുഷ്യരാ. കപ്പലായിരുന്നു. ഇപ്പൊ റിട്ടയറാണ്. നമ്മൾ മാത്രം നല്ല ആളാണ്. 160 രാജ്യം കണ്ട ആളാ. 160 രാജ്യം കണ്ടാണ്. അപ്പൊ അത് ചെറിയ കാര്യമല്ല. നമ്മളെ കൂടുതൽ സമ്പന്മാരാണുള്ളത്. നമുക്ക് അഭിമാനിക്കാം. സലാഹുദ്ദീൻ സാർ അവർ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ അർക്കൽ ബാബക്ക, എന്റെ സാരഥികൾക്കും ട്രെയിനേഴ്സ്, ലീഡേഴ്സ്, കോർഡിനേറ്റേഴ്സ്, അതേപോലെ എല്ലാ മെമ്പേഴ്സിനും എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നമ്മുടെ ഇച്ഛാശക്തി ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അതാണ് നമ്മുടെ 2 ബഷീർ സാഹിബുണ്ട്, അതേപോലെ തന്നെ ലത്തീഫ് കെ അല്ലെ. സ്റ്റോക്ക് വന്ന് ജീവിതം എന്നേക്കുമായിട്ട് വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചിഹ്നമായി മാറുന്ന സമയത്താണ് മെക്സനിലോട്ട് അത് വരികയും ഇന്ന് അവർക്ക് പതുക്കെ അവർ ആരോഗ്യത്തിൽ തിരിച്ചെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതേപോലുള്ള ആളുകളിലേക്ക് നമ്മൾ കൂടുതൽ ആളുകളെ കണ്ടെത്തി സമൂഹത്തിന് വലിയ ഒരു നന്മയായിട്ട് മാറാൻ മെക്സവിന് സാധ്യമാകട്ടെ. നിങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് കൂടുതൽ ആളിലേക്ക് മെസ്സേജ് എത്തിച്ചുകൊണ്ട് നമ്മുടെ ഈ നന്മയേറിയ പ്രവർത്തനം സമൂഹത്തിൽ എല്ലാ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നിങ്ങൾക്ക് അനുഗ്രഹമായി. പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറിന് തന്നെ ഇപ്പൊ ബീച്ചിലും കിട്ടിയിട്ടില്ല, മോങ്ങത്തും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് കിട്ടി. അപ്പോ ഈ മഹത്തായ ഒരു ആരോഗ്യ സംസ്കാരം ലോകത്തിന് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറിനൊപ്പം ഒരു പ്രഭാതം നമുക്കിങ്ങനെ കഴിയാൻ സാധിച്ചു എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അനുഭവിക്കുന്ന ഈ അമ്മയെ സഹായിക്കാൻ, ആരുമില്ലാത്ത മക്കളില്ലാത്ത അമ്മയുടെ അടുത്തൊന്ന് വന്ന് സംസാരിക്കാൻ, എന്തെങ്കിലും സഹായം ചെയ്യാൻ ഏതോ ഒരു സുമനസ് കാണിച്ച ബോർഡാണ് എന്നെ ഇവിടെ എത്തിച്ചത്. Brasil!